ഇന്ന് നമ്മൾ അബുദാബിയിലുള്ള ഗ്രാൻഡ് മോസ്ക് കാണാൻ പോയ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഞാൻ അവിടെ എത്തിയതിന് ശേഷമാണ് വീഡിയോ എല്ലാം സ്റ്റാർട്ട് ചെയ്തത്. നമ്മൾ ടിക്കറ്റ് എല്ലാം എടുത്തിട്ട് ഉള്ളിലേക്ക് എൻ്റർ ആയിട്ടുണ്ട്. കുറച്ചധികം തന്നെ നടക്കാനുണ്ട് മോസ്കിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട്. അതുപോലെ ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് തന്നെ അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. അതിലൊരു മെൻഷൻ ചെയ്ത ഡ്രസ്സ് മാത്രമേ നമുക്ക് അവിടേക്ക് ഇട്ടിട്ട് പോകാൻ പറ്റുള്ളൂ. മോസ്റ്റ്ലി ഗേൾസിലാണെങ്കിൽ അബായാസാണ് കേട്ടോ അവർ പറയുന്നത്. പിന്നെ ഹെയർ നന്നായിട്ട് കവർ ചെയ്യണമെന്നും പറയുന്നുണ്ട്. കുറച്ചധികം തന്നെ നടന്ന് കാണാനുണ്ട് കേട്ടോ മോസ്ക്. പിന്നെ ഈ മോസ്ക് കണ്ടപ്പോൾ ഫസ്റ്റ് എനിക്ക് ഫീൽ ചെയ്തത് നമ്മൾ താജ്മഹലെല്ലാം വിസിറ്റ് ചെയ്തപ്പോഴുള്ള ആ ഒരു മെമ്മറി ഒക്കെ പെട്ടെന്ന് എൻ്റെ മൈൻഡിൽ കൂടി പോയത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മോസ്ക് തന്നെയാണ്. ഭയങ്കര എവിടെ നിന്ന് ഫോട്ടോ എടുത്താലും നല്ല ഭംഗിയുള്ള ഒരു സ്ഥലം എന്നൊക്കെ പറയാം. നമ്മൾ പോയത് ഒരു വീക്കെൻഡിലായിരുന്നു. അതിനെക്കൊണ്ട് തന്നെ നല്ല റഷ് ഉണ്ടായിരുന്നു. അപ്പം നിങ്ങൾ വീക്ക് ഡേയ്സിലൊക്കെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഫ്രീ ആയിട്ട് നടക്കാനും വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. ഇവരുടെ പെയിൻറ്റിങ്സും ആർക്കിടെക്ചറും ഹാങ്ങിങ് ലൈറ്റ്സും എല്ലാം അടിപൊളിയാണ് കേട്ടോ. നമ്മളിങ്ങനെ ഇങ്ങനെ പോകാനും നല്ല രസമുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്നെല്ലാം കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉള്ളിലേക്ക് എൻ്റർ ചെയ്തപ്പോൾ മോളൊന്ന് വണ്ടടിച്ച് നോക്കുന്നുണ്ടായിരുന്നത് എന്താണെന്നൊന്നും അവൾക്ക് മനസ്സിലായിട്ടില്ല. പക്ഷെ പുറത്തുനിന്ന് അവൾ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ക്ലോക്ക് കണ്ടു, അത് കുറച്ച് ഡിഫറെൻ്റായി തോന്നി. കാരണം എല്ലാ നിസ്കാര സമയങ്ങളും അതിലുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഉള്ളത്തെ കാഴ്ചകളെല്ലാം കണ്ട് ഞങ്ങൾ പുറത്തേക്ക് എത്തി. പുറത്തുനിന്നുള്ള ഒരു വ്യൂ ആണ് ഇത്. നല്ല രസമുണ്ടായിരുന്നു. ഒരു 6 o'clock ഒക്കെ ആയ സമയത്ത് ലൈറ്റൊക്കെ ഇട്ട് തുടങ്ങി. അപ്പോൾ കുറച്ചും കൂടി ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നിയത് ലൈറ്റ് ഇട്ടപ്പോഴായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അവിടുന്ന് റിട്ടേൺ പോകുന്നു. ആ റിട്ടേൺ വരുന്ന വരുത്ത് കണ്ടതാണ് ഈ പൈനാപ്പിൾ ബിൽഡിംഗ് എന്നാണോ പറയാൻ എനിക്കറിയില്ല. എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞത് അങ്ങനെയാണ്. പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം.